മഹാഭാരതമെന്ന ഇതിഹാസത്തിലാണ് നാം അശ്വത്ഥാമാവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന യുഗം ഏതാണെന്ന് പിടികെട്ടിക്കാണുമല്ലോ. അതെ, ദ്വാപര യുഗം തന്നെ. ദ്രോണാചാര്യർ എന്ന മഹാഗുരുവിന്റെ ഏറെ പ്രത്യേകതകളുള്ള ഏക മകനാണ് അശ്വത്ഥാമാവ്. ചിരഞ്ജീവികളിൽ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞവനും ഈ അശ്വത്ഥാമാവ് തന്നെയാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും കർമ്മത്താൽ ക്ഷാത്ര തേജസ്സിനെ തന്നിലേക്ക് ആവാഹിച്ചവനായിരുന്നു അദ്ദേഹം. ആയോധന വിദ്യയിൽ അതികേമനായ ദ്രോണാചാര്യരുടെയും കൃപിയുടെയും മകനായി ദ്വാപരയുഗത്തിൽ ജനനം. കൃപരുടെ ഇരട്ട സഹോദരി കൂടിയാണ്. കൃപരെയും നമ്മൾ പിന്നീട് വിശദമായി പരിചയപ്പെടും. കാരണം അദ്ദേഹവും ഒരു ചിരഞ്ജീവിയാണല്ലോ. അമ്മാവനും മരുമകനും ചിരഞ്ജീവികളായിരിക്കുന്ന ഒരു അപൂർവതയും ഇതിലുണ്ട്. വൈദിക പാരമ്പര്യത്തിൽ നിന്ന് മാറി ക്ഷത്രിയരെ പോലെ ആയുധമെടുത്ത അപൂർവം ചില ബ്രാഹ്മണ കഥാപാത്രങ്ങളെ നമ്മുടെ പുരാണങ്ങളിൽ കാണാം. അവരിൽ ഒരാളായിരുന്നു ദ്രോണാചാര്യർ. അച്ഛന്റെ വഴിയെ തന്നെ മകനായ അശ്വത്ഥാമാവും ആയോധന കലകളിൽ അഗ്രഗണ്യനായി തീർന്നു. എന്നാൽ ദാരിദ്ര്യപൂർണമായ ഒരു ബാല്യമായിരുന്നു അശ്വത്ഥാമാവിൻ്റെത്. കുടുംബത്തിന് അന്നേക്കുള്ള ആഹാരത്തിന് വക കണ്ടെത്താൻ തന്നെ ദ്രോണർ വല്ലാതെ പ്രയാസപ്പെട്ടു. കൃപി പരാതികളോ പരിഭവങ്ങളോ പറയാതെ ആ ദാരിദ്ര്യത്തിലും അദ്ദേഹത്തോടൊപ്പം സമാധാനപൂർണമായി ജീവിച്ചു. മകൻ ജനിച്ചപ്പോൾ ആ ദമ്പതികളെല്ലാം മറന്നു. ഭൂമിയിൽ ദ്രോണർ ഏറ്റവും സ്നേഹിച്ചത് മകനായ അശ്വത്ഥാമാവിനെയായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, ദാരിദ്ര്യം അവരുടെ കുടുംബത്തെ പിന്തുടർന്ന് വേട്ടയാടി. അരുമ മകൻ ഒരു നേരം പോലും നല്ല ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്തതായിരുന്നു ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. കളിച്ചങ്ങാതിമാരെല്ലാം പാല് കുടിച്ച് അതിന്റെ പോഷക ഗുണങ്ങളും രുചിയുമൊക്കെ വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ അശ്വത്ഥാമാവിന് കൊതിയാവും പാലിന്റെ രുചി ഒന്നറിയാൻ. അക്കാലത്ത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത്തിരി പാല് കുടിക്കണമെന്നായിരുന്നു. കുട്ടികൾക്ക് ആശ തോന്നിയാൽ എന്തു ചെയ്യും? അച്ഛനോടും അമ്മയോടും പോയി പറയും. അശ്വത്ഥാമാവും അത് തന്നെ ചെയ്തു. പക്ഷെ ആ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട് അന്ന് ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. നിരന്തരമായി മകൻ വാശി പിടിക്കുന്നത് കണ്ട് കൃപി ഒരു നാൾ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സൂത്രം ചെയ്തു. ശേഷിച്ചിരുന്ന അരിമാവിൽ നിന്ന് അല്പം എടുത്ത് കലക്കി പാലാണെന്ന് പറഞ്ഞ് അശ്വത്ഥാമാവിന് കൊണ്ടുവന്ന് കൊടുത്തു. അത് ആർത്തിയോടെ കുടിച്ച ആ പാവം സന്തോഷിച്ചു. അവനതിന്റെ രുചി അത്ര ബോധിച്ചൊന്നുമില്ല. കൂട്ടുകാർ പറഞ്ഞതുപോലെയൊന്നുമില്ല. എങ്കിലും താനും പാല് കുടിച്ചിരിക്കുന്നു. അവൻ അന്ന് ചങ്ങാതിമാരോട് അക്കാര്യം വിസ്തരിച്ചു പറഞ്ഞു. അശ്വത്ഥാമാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ കുടിച്ചത് പാലല്ല, അരിമാവ് കലക്കിയ വെള്ളമാണെന്ന് അവർ തിരിച്ചറിയുകയും കുട്ടി അശ്വത്ഥാമാവിനെ കളിയാക്കുകയും ചെയ്തു. കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ കുട്ടി അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു. അവർക്കുമേറെ വിഷമമായി. അങ്ങനെയാണ് പണ്ട് തന്നോടൊപ്പം ഗുരുകുലത്തിലുണ്ടായിരുന്ന പാഞ്ചാല രാജകുമാരൻ ദ്രുപദനെ കണ്ട് തങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്താമെന്ന് ദ്രോണർക്ക് തോന്നിയത്. ഗുരുകുലവാസകാലത്ത് ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ദ്രോണരും ദ്രുപദനും. ഞാനൊന്ന് രാജാവാകട്ടെ ചങ്ങാതി, നിന്റെ സകല പ്രയാസങ്ങളും അതോടെ മാറും, ഞാൻ മാറ്റും. ദ്രുപദൻ പറഞ്ഞ വാക്കുകൾ ദ്രോണർ ഓർത്തു. ദ്രുപദൻ രാജാവായിട്ടിപ്പോൾ കുറെ വർഷങ്ങളായി. എന്നാലും ഒരിക്കലും താൻ പോയി കണ്ടിട്ടില്ല. മടി. എന്നാൽ ഇപ്പോൾ മകന്റെ ദുഃഖം കണ്ടപ്പോൾ തന്റെ അപകർഷതാബോധമൊക്കെ മാറ്റി ഭാര്യയെയും മകനെയും കൂട്ടി പാഞ്ചാലത്തിലേക്ക് പുറപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരനെ കാണുമ്പോൾ ദ്രുപദൻ സന്തോഷത്തോടെ ഓടിവരും, സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകളുമായി ദ്രോണർ കൊട്ടാരത്തിലെത്തി. എന്നാൽ ദ്രുപദന് ഒരു ദരിദ്രവാസിയായ ബ്രാഹ്മണൻ തന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാൻ വന്നത് അപമാനകരമായി തോന്നി. പിച്ചതണ്ടാൻ വന്നവനെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഭാര്യയ്ക്കും മകനും പാഞ്ചാലത്തിലെ പൗരപ്രമുഖർക്ക് മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അപമാനമുണ്ടായത് ദ്രോണരെ ആകെ തകർത്തു കളഞ്ഞു. നാണക്കേടിന്റെ പടുകുഴിയിൽ വീണു അദ്ദേഹം. അന്ന് പാഞ്ചാലത്തിൽ നിന്നിറങ്ങുമ്പോൾ ദ്രോണർ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ദ്രുപദന്റെ രാജ്യം തന്റെ കാൽക്കീഴിലാക്കും. തന്റെ മകനെ അതിന്റെ രാജാവാക്കും. പിൽക്കാലത്ത് ഹസ്തിനപുരിയിലെ കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ആയോധനാചാര്യനാവുന്നതും പാണ്ഡവ മധ്യമനായ അർജുനനെ കൊണ്ട് ഗുരുദക്ഷിണയായി ദ്രുപദന്റെ രാജ്യം പിടിച്ചെടുക്കുന്നതും അതേ തുടർന്നാണ്. എന്നാൽ ദ്രുപദന്റെ രാജ്യം അപ്പാടെ വിഴുങ്ങിയില്ല അദ്ദേഹം.
രാജ്യത്തെ രണ്ടായി പിരിച്ചു. ഒരു പകുതി ദ്രുപദന് തന്നെ നൽകി, ഒരു പകുതിയിൽ മകന് രാജാവാക്കി. അതോടെ ആയുധാഭ്യാസം നേടുക മാത്രമല്ല, രാജാവാവുകയും ചെയ്തു ബ്രാഹ്മണകുമാരനായ അശ്വത്ഥാമാവ്. അതൊരു അപൂർവതയായിരുന്നു. വൈദിക വൃത്തിയും ഭിക്ഷ സ്വീകരിക്കലും അനുഗ്രഹം ചൊരിയലും മാത്രമായി കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് രാജാധികാരത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ അവസാനത്തെ സേനാധിപതിയായതും അയാളായിരുന്നു. പക്ഷേ മഹാഭാരതം അശ്വത്ഥാമാവിനെ അതിക്രൂരനായാണ് അടയാളപ്പെടുത്തുന്നത്. അതും ശ്രീകൃഷ്ണന്റെ വാക്കുകളിലൂടെ. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച രാത്രിയിൽ വിജയമാഘോഷിക്കുന്ന പാണ്ഡവരുടെ പാളയത്തിൽ കയറി ആരും ഭയന്നു പോകുന്ന, അറച്ചു പോകുന്ന അരുങ്കൊലകൾ ചെയ്തവൻ, ദ്രൗപദിയുടെ 5 മക്കളെയും വെട്ടി കഷണമാക്കി പാണ്ഡവ വംശത്തിലെ 3ാം തലമുറയെ അപ്പാടെ നശിപ്പിച്ചവൻ. ദുര്യോധനൻ കൂടെ വീണതോടെ പാണ്ഡവർ വിജയമുറപ്പിച്ചു. യുദ്ധം ജയിച്ചതായി തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ച ആ രാത്രിയിൽ കൗരവപക്ഷത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ 3 പേർ ശേഷിച്ചിരുന്നു. കൃപർ, കൃതകർമാവ്, 3ാമനും ഒടുവിലത്തെ ആളുമായി അശ്വത്ഥാമാവ്. മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രാത്രി, 18ാം രാത്രിയിൽ മരണം കാത്തുകിടക്കുന്ന ദുര്യോധനൻ അശ്വത്ഥാമാവിനെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ച് തന്റെ പടനായകനാക്കി. അതൊരു 3 പേർ സംഘം മാത്രമായിരുന്നു. ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ ഉടവാൾ കൊണ്ട് അയാൾ പാണ്ഡവപാളയത്തിലെ ആ രാത്രിയെ കാളരാത്രിയാണ്. എതിരെ വന്നവരെ എല്ലാം കാലന്റെ അടുക്കലേക്ക് അയച്ചു. എന്നിട്ടും കലി തീരാതെ പിറകെ പാഞ്ഞുപോയി പാണ്ഡവരുടെ സൈന്യത്തെ കശാപ്പു ചെയ്തു. അച്ഛനെ കൊന്ന ദ്രുപദപുത്രൻ ദൃഷ്ടദ്യുമ്നനെ മർദ്ദിച്ചും തൊഴിച്ചും മണിക്കൂറുകളോളം പീഡിപ്പിച്ചു കൊന്നു. ശിഖണ്ഡിയെ പല കഷണങ്ങളാക്കി. പാണ്ഡവരോടുള്ള വൈരാഗ്യം മുഴുവൻ അവരുടെ 5 മക്കളിൽ തീർന്നു. അഭിമന്യുവിന്റെ വിധവയായ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ പോലും അയാൾക്ക് മടിയുണ്ടായില്ല. അതിനായി അതിദിവ്യവും അത്യാപൽക്കരവുമായ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം തന്നെ പ്രയോഗിച്ചു. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനോട് പോലും പകവച്ച് പുലർത്താൻ മാത്രം മാനസികാവസ്ഥയുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് എന്തു പറയാനാണ്? അത്രയും ക്രൂരമായ ഒരു കഥാപാത്രം മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ തന്നെ വേറെയില്ല. അശ്വത്ഥാമാവ് ധീരനും അതിശക്തനുമായ യോദ്ധാവായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അയാളുടെ കോപവും പകയും അതിഭയാനകമായിരുന്നു. അതെന്തും ചെയ്യാൻ, ഏത് സർവനാശം വരുത്താനും മടിക്കാത്തതായിരുന്നു. പാണ്ഡവരുടെ വിജയത്തിന്റെ ശോഭയെ അപ്പാടെ കെടുത്തിക്കളഞ്ഞത് അശ്വത്ഥാമാവായിരുന്നു. മഹാരഥന്മാർ അനേകമുണ്ടായിരുന്നിട്ടും കൗരവപക്ഷത്തിന് അവസാനം വരെയും അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഒറ്റയ്ക്ക് നിന്ന് അശ്വത്ഥാമാവ് നേടിയത്. യുദ്ധത്തിൽ പാണ്ഡവർ നേടിയ വിജയത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കി കളഞ്ഞത്. അശ്വത്തെ പോലെ ബലവാൻ എന്നാണ് അശ്വത്ഥാമാവെന്ന നാമത്തിന്റെ അർത്ഥം. ദ്രോണർ മകനിട്ട പേര് പോലെ തന്നെയായിരുന്നു ഗുണത്തിലുമെന്ന് സാരം. അതിവിശേഷമായ ചൂടാമണി എന്ന ഒരു രത്നം അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ ജന്മനാൽ ഉണ്ടായിരുന്നു. ഏതാപത്തുകളിൽ നിന്നും അവനെ രക്ഷിച്ചു പോന്നത് ആ രത്നമായിരുന്നു. അധർമ്മത്തിന്റെ ആൾരൂപമായി അശ്വത്ഥാമാവ് മാറിയപ്പോൾ ശ്രീകൃഷ്ണൻ അത് അവന്റെ നെറ്റിയിൽ നിന്ന് പറിച്ചെടുത്തു. പ്രാണൻ പോകുന്ന വേദനയോടെ, മരണമില്ലാതെ, രക്തവും ചലവും ഒഴുക്കിക്കൊണ്ട് ദുർഗന്ധത്തോടെയും സകല വ്യാധികളോടെയും അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപവും ഭഗവാൻ അയാൾക്ക് നൽകി. ചിരഞ്ജീവികളിൽ ശാപഗ്രസ്തനായ ഒരേ ഒരുവനാണ് അശ്വത്ഥാമാവ്. സർവമനുഷ്യരുടെയും വെറുപ്പിന് പാത്രമായി മനുഷ്യർക്കിടയിൽ കഴിയാൻ ശപിക്കപ്പെട്ടവൻ. അതുമായി ബന്ധപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന നിഗൂഢമായ ഒരു വിശ്വാസമുണ്ട് മധ്യപ്രദേശിൽ. അവിടെ ഖാണ്ഡവസ്ഥൽ എന്നറിയപ്പെടുന്ന വനമേഖലയുടെ അരികിലായി സത്പുര പർവ്വതനിരയ്ക്ക് മീതെയുള്ള അസീർഗഡ് കോട്ടയുടെ പരിസരത്ത് അശ്വത്ഥാമാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നാണ് വിശ്വാസം. ചൂടാമണി പറിച്ചതുമൂലമുണ്ടായ വ്രണത്തിലിടാൻ മഞ്ഞളും എണ്ണയും ചോദിച്ചുകൊണ്ട് വികൃതസ്വരൂപിയായ വലിയൊരു മനുഷ്യനെ ഗ്രാമവാസികൾ പലപ്പോഴും കണ്ടിട്ടുണ്ടത്രേ. അയാളെ കണ്ടവർക്കെല്ലാം ഭ്രാന്തോ മരണമോ ഉണ്ടായതായി ഗ്രാമവാസികൾ പറയുന്നു. സൂര്യസ്പർശമില്ലാത്ത രാത്രികളിൽ
ഇരുട്ടിന്റെ കരിമ്പടം പുതച്ചുകൊണ്ട് കോട്ടയ്ക്കകത്തുള്ള ഗുപ്തേശ്വർ മഹാദേവ് മന്ദിർ എന്ന ക്ഷേത്രത്തിൽ അയാളുടെ ഇഷ്ടദേവനായ ശിവനെ പൂജിക്കാൻ വരുമത്രേ. പിറ്റേന്ന് പൂജാരി നട തുറക്കുമ്പോൾ രാത്രി ആരോ പൂജിച്ചതിന്റെ സർവ്വലക്ഷണങ്ങളും അവിടെ ഉണ്ടാവുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പകൽ പോലും ഭീതി ജനിപ്പിക്കുന്ന ആ കോട്ടയിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പ്രവേശനമില്ല. മനുഷ്യർക്കിടയിൽ മനുഷ്യരാൽ വെറുത്തും അകറ്റി നിർത്തിയും കഴിയാൻ വിധിക്കപ്പെട്ട അശ്വത്ഥാമാവ് ഇപ്പോഴും എവിടെയോ ഉണ്ടായിരിക്കുമോ? ഇത് കഥയോ സത്യമോ? ചിരഞ്ജീവികളിൽ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ഈ അവകാശവാദങ്ങളുടെ അനാവരണത്തിൽ ഭദ്രമായി അശ്വത്ഥാമാവെന്ന അധ്യായം തുടരുന്നു.